പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പറ്റിയ ഒരു കോമ്പിനേഷൻ ചമ്മന്തിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ മിനിറ്റുകൾക്കകം നമുക്ക് പെട്ടെന്ന് തന്നെ മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളി, ചെറിയുള്ളിയാണ്. സവാള വേണമെങ്കിൽ എടുക്കാം, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയുള്ളിക്കായിരിക്കും. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിടണം നമുക്ക്. അപ്പോൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്, ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വാളംപുളിയാണ്, കോൽപ്പുളി എന്നൊക്കെ പറയും. അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 തണ്ട് വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുക്കട്ടെ. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞിടണം. ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകാണ് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനിത് അരച്ചെടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ഇട്ടു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ചമ്മന്തി ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അതിലേക്കൊക്കെ എത്തണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഉള്ളിയും പച്ചമുളകും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിനായാലും അല്ലെങ്കിൽ ദോശയ്ക്കായാലും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഞാനിവിടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. വയറ് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീട്ടിൽ കൊള്ളിയൊക്കെ വാങ്ങുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.